ഭിന്നശേഷി കുട്ടികളോട് സർക്കാർ അനാസ്ഥ എന്ന് പരാതി. 18 വയസ്സ് പിന്നിട്ട ഭിന്നശേഷി കുട്ടികൾക്കായുള്ള തൊഴിൽ പരിശീലന കേന്ദ്രങ്ങൾ നിർത്തലാക്കിയതും ഗ്രാന്റ് നിഷേധിച്ചതും ഉൾപ്പെടെ അവഗണന പലതാണ് എന്നാണ് പരാതി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഭിന്നശേഷി കുട്ടികളും രക്ഷിതാക്കളും പരിശീലകരും സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരവേലിയേറ്റമായിരുന്നു. ഒരേ സമയം പല സംഘടനകൾ പല ആവശ്യങ്ങൾ ഉന്നയിച്ച് സർക്കാരിനെതിരെ പ്രതിഷേധത്തിനെത്തിയ ദിനം. ചുട്ടുപൊള്ളുന്ന ആ വെയിലിൽ ഭിന്നശേഷി കുട്ടികളുടെയും അവരുടെ രക്ഷിതാക്കളുടെയും സമരം അരങ്ങേറി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജില്ലകളിലെ വിദ്യാർത്ഥികൾ സമരത്തിന്റെ ഭാഗമായി. 18 വയസ്സിന് മുകളിൽ പ്രായമുള്ള ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് പരിശീലന സൗകര്യമില്ല എന്നുള്ളതാണ് സമരക്കാരുടെ പ്രധാന പരാതി. ഇവർക്കായി കഴിഞ്ഞ 4 ബജറ്റുകളിൽ പ്രഖ്യാപിച്ച ഫണ്ട് ഉപയോഗിച്ചില്ല. വലിയ പ്രതിസന്ധിയാണ് ഇതുമൂലം കുട്ടികൾക്കുണ്ടാകുന്നതെന്നാണ് നിലപാട്. ആവശ്യപ്പെടുന്നത് ഈ സർക്കാർ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള ഭിന്നശേഷിയുള്ള മക്കൾക്ക് വേണ്ടി പ്രഖ്യാപിച്ചിട്ടുള്ള പ്രഖ്യാപനങ്ങൾ നടപ്പിലാക്കണം എന്നതാണ് പ്രധാനപ്പെട്ട ആവശ്യം. ഒപ്പം കേന്ദ്ര സർക്കാർ ഇന്ത്യ മുഴുവൻ അനുവദിച്ചിട്ടുള്ള ഭിന്നശേഷിയുള്ള മക്കൾക്ക് വേണ്ടിയുള്ള RPWD ആക്ട് അത് കേരളത്തിൽ മുഴുവനായിട്ടും തന്നെ നടപ്പിലാക്കുക. അങ്ങനെ വരുമ്പോൾ 23 വയസ്സുവരെ ഭിന്നശേഷിയുള്ള മക്കൾക്ക് സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കാനാകും. എത്ര വലിയ വിരോധാഭാസമാണെന്ന് നോക്കണം. 18 വയസ്സ് വരെയാണ് കേരളത്തിൽ ഭിന്നശേഷിയുള്ള മക്കൾക്ക് സ്പെഷ്യൽ സ്കൂളിൽ പഠിക്കാൻ പറ്റുക. കേന്ദ്ര സർക്കാർ അത് 23 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട് DDRS വഴി. പക്ഷേ കേരളത്തിൽ അത് നടപ്പിലാക്കുന്നില്ല. ഈ വർഷം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരവുമായി എത്തുന്നത് ഇത് 2ാം തവണ. പലതവണ ആവശ്യങ്ങൾ അറിയിച്ചിട്ടും സർക്കാരിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായില്ലെന്നും പറയുന്നു. ജനറൽ സ്കൂളുകളിലും BRC തുടങ്ങിയ സ്കൂളുകളിലും 10ാം ക്ലാസ്സിലാകാതെ +2 പഠിച്ചിരുന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ സ്ക്രൈബിനെ വെച്ച് പരീക്ഷ എഴുതിയതിന് ശേഷം ഭിന്നശേഷിയുള്ള കുഞ്ഞുങ്ങൾ സാധാരണയുള്ള സ്പെഷ്യൽ സ്കൂളുകളിലേക്കാണ് വരുന്നത്. അങ്ങനെയുള്ള കുട്ടികൾക്ക് പഠനവും പരിശീലനവും നൽകുന്ന ഈ സ്ഥാപനങ്ങൾക്ക് നിലവിൽ ഒരു സഹായവും കുട്ടികൾക്ക് ലഭിക്കുന്നില്ല, ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല. ഇവരുടെ പുനരധിവാസത്തിന് വേണ്ട സംവിധാനങ്ങളില്ല. കേന്ദ്ര സർക്കാരിൻ്റെ DDRS ഗ്രാന്റ് നൽകുന്ന വിദ്യാർത്ഥികളുടെ പ്രായപരിധി 23 ആണ്. സംസ്ഥാന സർക്കാർ ഇത് 18 കുറച്ചു. വീണ്ടും 23 വയസ്സായി പുനർനിശ്ചയിക്കുക എന്നതാണ് മറ്റൊരു സമരാവശ്യം. 2018 ശേഷമുള്ള അപേക്ഷകൾ കൂടി പരിഗണിച്ച് ആശ്വാസകിരണം കുടിശ്ശികയില്ലാതെ മുഴുവൻ ഗുണഭോക്താക്കൾക്കും നൽകുക, നേരത്തെ എന്ന പോലെ നിരാമയ ഇൻഷുറൻസ് പ്രീമിയം സർക്കാർ അടയ്ക്കുക, 8 കുട്ടികളെങ്കിലുമുള്ള സ്പെഷ്യൽ സ്കൂളുകൾക്ക് അംഗീകാരം നൽകുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങളും ഇവർ ഉയർത്തുന്നു. സമരത്തിനിറങ്ങിയ ഈ കുട്ടികളിൽ പലർക്കും അവരെന്തിനാണ് തെരുവിലിറങ്ങിയതെന്ന് പോലും അറിയില്ല. സ്വന്തം രക്ഷിതാക്കൾക്കൊപ്പം ഈ പൊരിവെയിലിൽ സ്വന്തം അവകാശങ്ങൾക്കായി സമരം ചെയ്യുന്ന ഈ കുഞ്ഞുങ്ങളെ കണ്ടില്ലെങ്കിൽ പിന്നെ സർക്കാർ ആർക്കൊപ്പമാണ്? ക്യാമറമാൻ വിപിൻ വേളിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഈ വർഷം തുടങ്ങി 2 മാസമായിട്ടേ ഉള്ളൂ എങ്കിലും 2 തവണ ഇതിനോടകം ഇവർക്ക് സമരവുമായി സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തേണ്ടി വന്നു. ഭിന്നശേഷി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും നീതി തേടിയുള്ള സമരത്തിലാണ്. നോക്കാം ചില പ്രതികരണങ്ങൾ. എൻ്റെ 2 കുട്ടികൾക്ക് ഓട്ടിസമാണ്. അപ്പോൾ നമ്മുടെ ഏറ്റവും പ്രധാന പ്രശ്നം ചിലപ്പോൾ അവർക്ക് 20 വയസ്സായി. ഈ 20 വയസ്സിലുള്ള കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഭയങ്കര അവ്യക്തത തുടരുക. അത് ഗവൺമെൻറ് ഭാഗത്തുനിന്നുള്ളൊരു സഹായങ്ങൾ പൊതുവെ കേന്ദ്ര ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ഈ 18 വയസ്സുള്ള ആൾക്കാർ എന്ത് ചെയ്യണമെന്ന് BRC കീഴിൽ നമ്മൾ പഠിക്കാൻ പോയപ്പോൾ അവർക്ക് +2 കഴിഞ്ഞാൽ അവരോട് പൊക്കളം പറയുന്നു. പിന്നെ എവിടെ പോകണമെന്ന് പറയുള്ളവർ. പിന്നെ നമുക്ക് സ്പെഷ്യൽ സ്കൂളാണ് ആശ്രയമുള്ളൂ. അപ്പോൾ അവർക്ക് തൊഴിൽ പരിശീലനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അവരുടെ ജീവിതം ഞങ്ങളുടെ കാലശേഷമുള്ള ഭയങ്കര തീക്ഷ്ണതയിലേക്ക് പോകും. അതാണ് ഞങ്ങളുടെ പേടി. കഴിഞ്ഞ വർഷം പാക്കേജ് കിട്ടാഞ്ഞിട്ട് ഈ വർഷത്തിൽ തന്നെ ഒരു സമരം കഴിഞ്ഞ് പാക്കേജ് വന്നു കഴിഞ്ഞപ്പോൾ 18 വയസ്സിന് മുകളിലുള്ള ഒരൊറ്റ കുട്ടികൾക്കും ഫണ്ടില്ല. ആ സ്ഥാപനങ്ങളെല്ലാം അടച്ചുകൂടേണ്ട നിജസ്ഥിതിയിലായി. നമ്മളിത് ആദ്യമായിട്ടാണല്ല, ഒരു 6 വർഷമായി ഈ ആവശ്യങ്ങൾ പറഞ്ഞിട്ട് നേരത്തെ പറഞ്ഞ് ശീലമായി. എല്ലാവരും സഹകരിച്ചാണ്ട് പോവുക, അല്ലാണ്ട് വേറെ വഴിയില്ല. ഇതിനെ കൊണ്ടുവരാൻ വയ്യാത്തതുകൊണ്ടാണ് ഞാൻ വന്നത്. കുഞ്ഞിനെയും കൊണ്ട് വരാൻ അവന് വയ്യായികകളുണ്ട്, പിന്നെ ഹസ്ബൻഡും വയ്യാത്തതാണ്, പിന്നെ ഞാൻ ഒരാളുടെ ഇതുകൊണ്ടാണ്. എന്നാലും ഞാൻ ലീവ് എടുത്താണ് ഈ ഇതിന് വന്നേക്കുന്നത്. നമ്മുടെ ഈ കുട്ടികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് വന്നാലും സമരം ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഉറച്ചാണ് വന്നിരിക്കുന്നത്. ഇത് എൻ്റെ മോളെയൊക്കെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ 4.5 വയസ്സിൽ സ്കൂളിൽ കൊണ്ടുപോയി ആക്കിയേക്കണത്. 18 വയസ്സ് കഴിഞ്ഞു കേരള ഗവൺമെൻറ് പാക്കേജ് ഇല്ല. 23 വയസ്സ് കഴിഞ്ഞു കേന്ദ്ര ഗവൺമെൻറ്. ഇപ്പം എൻ്റെ മോൾക്ക് 23 വയസ്സായി. അടുത്ത വർഷം ഞാൻ സ്കൂളിൽ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മാറ്റുക എന്ന് പറഞ്ഞാൽ കൊച്ച് അഡ്ജസ്റ്റായി വന്നേക്കുന്നത് ഈ സ്കൂളിലാണ്. ഇനിയും പെട്ടെന്ന് ഒരു വലുതായിക്കുമ്പോൾ വേറൊരു സ്കൂളിലേക്ക് അഡ്ജസ്റ്റ് ചെയ്ത് മാറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. ഞാൻ ഈ മോൾക്ക് വേണ്ടി മാത്രം ഞാൻ ഈ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പഠിച്ച് ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുന്ന വ്യക്തിയാണ്.